ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സൂപ്പർമാൻ ആൻഡ് ലൂയിസ് എന്ന ഒരു TV സീരീസാണ്. ഈ ഒരു സീരീസിൻ്റെ സീസൺ 1 ആദ്യ എപ്പിസോഡാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. സ്പേസിൽ നിന്ന് ഭൂമിയിലേക്ക് എന്തോ ഒരു പേടകം താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, ക്രിപ്റ്റോൺ ഗ്രഹം നശിക്കുന്ന സമയം കുട്ടിയായിരിക്കുന്ന സൂപ്പർമാനെ ഈ ഒരു പേടകത്തിലാണ് ഭൂമിയിലേക്ക് സൂപ്പർമാൻ്റെ ഒറിജിനൽ പാരൻസ് അയച്ചത്. അങ്ങനെ സൂപ്പർമാൻ പറയുന്നു, എൻ്റെ ലൈഫ് മാറി മറിഞ്ഞ ആ ദിവസങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് എൻ്റെ മനസ്സിൽ ഇന്നും ഏറ്റവും വ്യക്തമായി തെളിഞ്ഞു നിൽക്കുന്നത്. ഈ ഭൂമിയിലേക്ക് ഞാൻ വന്ന ആ ദിവസം അതിപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. ആദ്യമായി ആ സൺലൈറ്റ് എൻ്റെ മുഖത്ത് വന്ന് പതിച്ചവർ ഞാൻ ഓർക്കുന്നു. എൻ്റെ പേരൻസിൻ്റെ ശബ്ദം ഞാൻ ആദ്യമായി കേട്ട നിമിഷം. അങ്ങനെ ഭൂമിയിൽ സൂപ്പർമാന് പുതിയ പേരൻസിനെ കിട്ടുകയാണ്. കുട്ടികളൊന്നുമില്ലാത്ത ഈ ദമ്പതിമാർക്കാണ് കുട്ടി സൂപ്പർമാനെ കിട്ടുന്നത്. അങ്ങനെ വീണ്ടും സൂപ്പർമാൻ പറയുന്നു, എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ശബ്ദം ആദ്യമായി എൻ്റെ കാതുകളിൽ പതിഞ്ഞ ആ ദിവസം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സർപ്രൈസ് എന്നാണ് അമ്മ എന്നെ വിളിച്ചിരുന്നത്. സത്യം പറഞ്ഞാൽ അവിടെ ഒരുപാട് സർപ്രൈസുകൾ ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്താണ് സൂപ്പർമാൻ പ്ലെയിനിൻ്റെ ടോയ് എറിഞ്ഞപ്പോൾ വീടിൻ്റെ ചുമര് പൊളിയുന്ന സീന് കാണിക്കുന്നത്. സൂപ്പർമാൻ സ്മോൾ വില്ല് എന്ന സ്ഥലത്താണ് ജീവിക്കുന്നത്. സ്മോൾ വില്ലിനെ ഞാൻ എത്രത്തോളം സ്നേഹിച്ചുവെന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അവിടുത്തെ ഓരോ ചെറിയ കാര്യങ്ങളുമായിരുന്നു യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ കാര്യങ്ങൾ. എന്നും ഞാൻ അവിടെ ജീവിക്കുമെന്നാണ് കരുതിയത്. പക്ഷെ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് പോലെ ആയിരിക്കില്ല. എല്ലാം മാറി മറിയാൻ അധികം സമയം വേണ്ടി വന്നില്ല. അങ്ങനെ സൂപ്പർമാൻ്റെ വളർത്തച്ഛനായ ജോനാഥൻ മരിക്കുന്നു. പിന്നീട് സൂപ്പർമാൻ മെട്രോപോളിസിലേക്ക് പോകുന്നതാണ് പിന്നെയുള്ള സീനുകളിൽ കാണിക്കുന്നത്. പിന്നെ സൂപ്പർമാൻ പറയുന്നത് ഇങ്ങനെയാണ്, അവസാനം ഞാൻ മെട്രോപോളിസ് സിറ്റിയിലേക്ക് കുടിയേറി. എൻ്റെ ലൈഫിലെ യഥാർത്ഥ ലക്ഷ്യം തേടി. ഞാൻ ആരാകേണ്ടിരുന്നു അതുതന്നെ ആകാൻ വേണ്ടി. ഒരു പയ്യൻ നടന്നു പോകുമ്പോൾ അവൻ്റെ തലയിൽ കാറ് വീഴാൻ പോകുന്നു. അങ്ങനെ സൂപ്പർമാൻ വന്ന് ആ കാറ് പിടിച്ചു മാറ്റുന്നു. ഇതിനിടയിൽ അവൻ്റെ ക്യാപ്പും പറന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ കാറ് തടഞ്ഞു നിർത്തിയതിന് ശേഷം സൂപ്പർമാൻ അവൻ്റെ അടുത്ത് വന്ന് അവൻ്റെ ക്യാപ്പ് തിരിച്ചു കൊടുക്കുന്നു. ആ പയ്യൻ സൂപ്പർമാനോട് പറയുന്നു, കോസ്റ്റ്യൂം അടിപൊളിയാണെന്ന്. താങ്ക്സ്, ഇതെൻ്റെ അമ്മ ഉണ്ടാക്കിയതാണ്. പിന്നെ സൂപ്പർമാൻ ആകാശത്തിലേക്ക് പറന്നു പോകുന്നു. പിന്നീടുള്ള സീനിൽ ഡെയിലി പ്ലാനറ്റാണ് കാണിക്കുന്നത്. ഡെയിലി പ്ലാനറ്റിൽ സൂപ്പർമാൻ പിന്നീട് ജോലി ചെയ്യാൻ തുടങ്ങുന്നു. അവിടെ വെച്ച് ലൂയിസിനെ കണ്ടുമുട്ടുന്നു. പിന്നീട് അവർ പതുക്കെ അടുപ്പത്തിലാവുന്നു. അങ്ങനെ ക്ലാർക്ക് തൻ്റെ സീക്രട്ട് ലൂയിസിനോട് വെളിപ്പെടുത്തുന്നു, താനാണ് സൂപ്പർമാൻ എന്ന്. ഇതൊരു കിടിലൻ ഷോട്ടായിരുന്നു, ആ ഒരു സിനിമാറ്റോഗ്രാഫി ആയാലും. അങ്ങനെ സൂപ്പർമാൻ്റെ പ്രപ്പോസൽ സീനൊക്കെ കഴിഞ്ഞ് ക്ലാർക്ക് കെൻറ്റും ലൂയിസും വിവാഹിതരാകുന്നു. അങ്ങനെ ക്ലാർക്ക് കെൻറ്റും ലൂയിസും പാരൻസ് ആവുന്നു. അവർക്ക് ട്വിൻസാണ് ജനിക്കുന്നത്. ഒരാൾ ജോനാഥനും രണ്ടാമത്തെ ആൾ ജോർദാനുമാണ്. ഇതിൽ ജോനാഥൻ എല്ലാവരോടും സ്നേഹമുള്ളവനും എല്ലാവർക്കും ഇഷ്ടവുമാണ് അവനെ. എന്നാൽ ജോർദാൻ സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡറുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ അതിൻ്റേതായുള്ള പ്രശ്നങ്ങൾ അവനുണ്ട്. ന്യൂക്ലിയർ റിയാക്ടർ ഉരുകി ഒലിക്കുന്നു, പ്രദേശവാസികളെല്ലാം ഒഴിപ്പിക്കുന്നുണ്ടെന്നുള്ള ന്യൂസ് TV കാണിക്കുന്നു. പിന്നീട് സംഭവം നടന്ന സ്ഥലത്തേക്ക് ഒരുപാട് ഓഫീസേഴ്സ് എത്തുന്നു. അതുപോലെ സൂപ്പർമാനും വരുന്നു. സൂപ്പർമാൻ ആ റിയാക്ടറിൻ്റെ ഉള്ളിൽ കയറി അതിൻ്റെ അവസ്ഥയൊക്കെ ഒന്ന് നോക്കുന്നു. അങ്ങനെ ഒരാൾ അവിടെ നിന്ന് പറയുന്നുണ്ട്, അവൻ്റെ കോൾഡ് ബ്രീത്ത് കൊണ്ടൊന്നും ഇതൊന്നും തടയാൻ പറ്റില്ലെന്ന്. റിയാക്ടറിൻ്റെ ഉള്ളിൽ ഒരു വിള്ളൽ ഉണ്ടായത് സൂപ്പർമാൻ കണ്ടു. അത് തൻ്റെ ഹീറ്റ് വിഷൻ ഉപയോഗിച്ച് സൂപ്പർമാൻ അടച്ചു. അങ്ങനെ ഒരു ലേഡി അവിടെ വിളിച്ച് പറയുന്നുണ്ട്, റിയാക്ടർ വെസലിലേക്ക് നമുക്ക് വീണ്ടും വെള്ളം എത്തിക്കണം, ഇല്ലെങ്കിൽ ഫുകുഷിമയിലേതുപോലെ ഉരുകി ഒലിക്കൽ നമുക്ക് എവിടെയും കാണേണ്ടി വരുമെന്ന്, വെള്ളം പെട്ടെന്ന് എത്തിക്കണമെന്നൊക്കെയാണ് അവർ പറയുന്നത്. അങ്ങനെ സൂപ്പർമാൻ കടലിൽ പോയി തൻ്റെ കോൾഡ് ബ്രീത്ത് എബിലിറ്റി ഉപയോഗിച്ച് വലിയൊരു ഐസ് കട്ട ഉണ്ടാക്കുന്നു. എന്നിട്ട് അത് ആ റിയാക്ടറിൽ കൊണ്ട് വെക്കുന്നു. അങ്ങനെ ആ റിയാക്ടറിൻ്റെ ഉരുകി ഒലിക്കൽ നിൽക്കുന്നു. അങ്ങനെ സൂപ്പർമാൻ ജനങ്ങളെല്ലാം സേവ് ചെയ്തു. ജനറൽ ലൈനും സൂപ്പർമാനും തമ്മിലുള്ള സംഭാഷണമാണ് ഇനി വരുന്നത്. അദ്ദേഹമാണ് ലൂയിസിൻ്റെ ഡാഡിയും അതുപോലെ ഈ ഒരു പ്രശ്നമായിട്ട് സംഭവിച്ചപ്പോൾ സൂപ്പർമാനെ വിളിച്ചതും അദ്ദേഹമാണ്. സൂപ്പർമാൻ അദ്ദേഹത്തിനോട് പറയും, ഇത് കൃത്യം ഓയിസ്റ്റർ ക്രീക്കിൽ നടന്ന പോലെ തന്നെ ഉണ്ടെന്ന്. അതായത് കൂളിംഗ് ടവറിൽ അതുപോലത്തെ വിള്ളലുകളൊക്കെ ഉണ്ടെന്ന്. അങ്ങനെ ജനറൽ ലൈൻ സൂപ്പർമാനോട് ചോദിക്കും, 2 പ്ലാന്റുകളിലും ആരും തന്നെ ഒന്നും കണ്ടില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? എനിക്കതിപ്പോഴും അറിയില്ല. പക്ഷേ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഇത്രയും വലിയ ഉപകരണങ്ങൾ അവിടെ എത്തിക്കാൻ കഴിയില്ല. 2 വിള്ളലുകളും മാൻമെയ്ഡാണ്.
ആരോ മനഃപൂർവ്വം ചെയ്തതാണ്. സൂപ്പർമാൻ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ജനറൽ ലെയിൻ പറയും, അതാണ് എന്നെയും വിഷമിപ്പിക്കുന്നത്. നീ ഈ അടുത്തായി ഒരുപാട് ഓവർ ടൈം ജോലി ചെയ്യുന്നുണ്ടല്ലോ. എൻ്റെ മകൾ ലൂയിസിന് അതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്ക് അവളുടെ കാര്യത്തിൽ വലിയ പേടിയൊന്നുമില്ല. അവൾക്കത് ശീലമാണ്. ജനറലിനോട് സൂപ്പർമാൻ ഇങ്ങനെ പറയും. പുഴയിൽ വീണ്ടും മീനുകൾ കൊത്തി തുടങ്ങിയിട്ടുണ്ട്. ജൊനാഥനെയും കൂട്ടി മീൻ പിടിക്കാൻ പോകണമെന്ന് വിചാരിക്കുന്നു. ഇത്തവണ ജോർദാനെയും കൂടി ഒപ്പം കൂട്ടാൻ പറ്റുമെന്ന് നോക്കണം. ഞാനിത് ലൂയിസിനോട് സംസാരിക്കാം. ഗുഡ് നൈറ്റ് ജനറൽ എന്ന് പറഞ്ഞുകൊണ്ട് സൂപ്പർമാൻ അവിടെ നിന്ന് പറന്നു പോകും. ക്ലാർക്ക് വീട്ടിലേക്ക് വരുമ്പോൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ലൂയിസ് അടുത്തേക്ക് വരുന്നു. ക്ലാർക്ക് അവിടേക്ക് വരുന്നതിന് മുമ്പ് ലൂയിസ് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. എന്നിട്ട് ആ ഡെലിവറി ട്രക്ക് നിൻ്റെ കാറിലിടിച്ചോ? അതൊരു ലോഗോ പോലും ഇല്ലായിരുന്ന ബോക്സ് ട്രക്കായിരുന്നു. ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യണേ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ക്ലാർക്കിൻ്റെ അടുത്തേക്ക് ലൂയിസ് എത്തുന്നത്. എനിക്ക് നാളെ രാവിലെ തന്നെ ഫോസിലിന് ഇതിൻ്റെ കോപ്പി കൊടുക്കണം. ഓക്കെ എന്ന് ക്ലാർക്ക് പറയുന്നു. ശേഷം ലൂയിസ് ക്ലാർക്കിനോട് പറയുന്നു, നിനക്കുള്ള ഭക്ഷണം ഫ്രിഡ്ജിലുണ്ട്. ജൊനാഥന് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അതുപോലെ ജോർദാനോട് ഒന്ന് സോറി പറഞ്ഞേക്ക്. നീ ഇന്ന് അവൻ്റെ തെറാപ്പിക്ക് പോയില്ലല്ലോ. ഐ ആം സോറി ഫോർ ദാറ്റ്. ക്ലാർക്ക് നേരെ പോയി ജൊനാഥൻ്റെ റൂമിൻ്റെ കതകിൽ മുട്ടുന്നു. അവൻ അവൻ്റെ ഗേൾ ഫ്രണ്ടായ എലിസയോട് സംസാരിക്കുകയാണ്. ലാപ്ടോപ്പിലാണ് അവർ സംസാരിക്കുന്നത്. ക്ലാർക്ക്, ഹേയ് ഡാഡ്, എന്തൊക്കെയുണ്ട് വിശേഷം? നിനക്കെന്തോ ന്യൂസ് പറയാനുണ്ടെന്ന് അമ്മ പറഞ്ഞു. അത് എലിസ, ഒരു സെക്കൻഡ്. അതെ ഡാഡ്, ഞാൻ ടീമിൻ്റെ മെയിൻ ക്വാർട്ടർ ബാക്കായി സെലക്റ്റായി. കോളേജ് ടീമിലോ? യെസ്, ഒരു ഫ്രഷ്മാൻ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ് ഈ പൊസിഷനിൽ വരുന്നത് ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. സീനിയേഴ്സിന് അതത്ര ഇഷ്ടമായിട്ടില്ല. ഓ, നീ അവരെ ഓർത്തൊന്നും വിഷമിക്കണ്ട. വിഷമിക്കാനോ? ഇതൊരു കിടിലൻ അവസരമാണ്. ഡാഡ്, അവരുടെ മുഖം കാണണമായിരുന്നു. ഡാഡ്, എലിസ. ഓ സോറി. എലിസ. ഹായ്. അപ്പോൾ എലിസ ക്ലാർക്കിനോട് ഹായ് പറയും. അങ്ങനെ ജൊനാഥന് കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞ് ക്ലാർക്ക് അവിടെ നിന്ന് പോകും. പിന്നീട് ജോർദാൻ്റെ റൂമിലേക്കാണ് ക്ലാർക്ക് പോകുന്നത്. അവൻ ഒരുപാട് ശബ്ദത്തിൽ പാട്ടൊക്കെ വെച്ച് സിസ്റ്റത്തിൽ ഗെയിം കളിക്കുകയാണ്. ക്ലാർക്ക് റൂം തുറന്ന് അവൻ്റെ പാട്ടിൻ്റെ സൗണ്ടൊക്കെ ഒന്ന് കുറച്ച് വെച്ച് അവനോട് സംസാരിക്കുകയാണ്. ഹേയ് വാവ്, നീ സൂപ്പർമാനെ വെച്ചാണോ കളിക്കുന്നത്? നീ സൂപ്പറായി കളിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ജോർദാൻ പറയും, സൂപ്പർമാൻ ഭയങ്കര ബോറാണ്. ഞാൻ ഈ റൈഡനായിട്ടാണ് കളിക്കുന്നത്. ഓ, ഇന്ന് നിൻ്റെ തെറാപ്പിക്ക് വരാൻ പറ്റാത്തതിന് സോറി. ഞാൻ ന്യൂസിൻ്റെ ആവശ്യത്തിന് വിജിറ്റയിലേക്ക് ഒന്ന് പോയതായിരുന്നു. അവിടെ നിന്ന് തിരിച്ചു വരാൻ ഫ്ലൈറ്റൊന്നും കിട്ടിക്കാണില്ല അല്ലേ? അമ്മ പറഞ്ഞു. അതുകൊണ്ട് ഇനി പറയണ്ട. നാളല്ലേ ഹൈസ്കൂൾ തുടങ്ങുന്നത്? നിനക്ക് പേടിയുണ്ടോ? പേടിയുണ്ടെങ്കിൽ അത് പറയുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല കേട്ടോ. എൻ്റെ ഫസ്റ്റ് ഇയർ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ എൻ്റെ സ്കൂൾ ടീമിൻ്റെ മാനേജറായിരുന്നു. ആ കഥ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? യാ ഡാഡ്, എല്ലാവരും കൂടി നിങ്ങളെ ട്രാക്ടറിൽ ടേപ്പ് വെച്ച് ഒട്ടിച്ച കഥയല്ലേ? മെട്രോപോളിസിലെ ജീവിതം സ്മോൾ വില്ലിനെ പോലെയല്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വ്യത്യസ്തമാണ്. ശരിയായിരിക്കാം. നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കുക, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അങ്ങനെ ക്ലാർക്ക് പോകുമ്പോൾ ഡാഡെന്ന് ജോർദാൻ വിളിക്കും. വിളിച്ചിട്ടാവും പറയുന്നത് മ്യൂസിക്കിൻ്റെ വോളിയം കൂട്ടാനാണ്. ഓ ശരി എന്നൊക്കെ പറഞ്ഞ് ക്ലാർക്ക് പിന്നീട് ഹാളിലേക്ക് വരും. പിന്നീട് സൂപ്പർമാൻ്റെ അമ്മയായ മാർത്ത കെൻഡു സൂപ്പർമാനും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് കാണിക്കുന്നത്. മാർത്ത പറയും, നീ ഇപ്പോഴാണോ വീട്ടിലെത്തിയത്? ഞാൻ നിന്നെ TV ന്യൂസുകളിൽ കണ്ടിരുന്നല്ലോ. അതെ മോം, ഞാൻ കുറച്ച് മുൻപ് എത്തിയതേ ഉള്ളൂ. മോനെ, നിനക്ക് ചെയ്യേണ്ടതായി ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ നീ കുറച്ചും കൂടി ഫാമിലിയോടൊപ്പം സമയം ചെലവഴിക്കേണ്ടതുണ്ട്. മോം, നിങ്ങൾക്കറിയാമല്ലോ, ആ വേഷത്തിൽ എനിക്ക് ലോകത്തോട് ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പക്ഷെ അതിനേക്കാളും വലിയ റെസ്പോൺസിബിലിറ്റി ഒരു ഡാഡ് എന്ന നിലയിൽ നിനക്ക് നിൻ്റെ കുടുംബത്തോടുണ്ട്. ശക്തനായ, സ്നേഹമുള്ള, ഇമോഷൻസ് ഉള്ള ഒരു മാൻ എങ്ങനെ ആയിരിക്കണമെന്ന് ആൺകുട്ടികൾ കണ്ടുപഠിക്കേണ്ടത് നിന്നിൽ നിന്നാണ്. നിൻ്റെ ഡാഡ് നിനക്കെങ്ങനെയായിരുന്നുവോ അതുപോലെ അവർ വലുതായി ഈ ലോകത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നിനക്ക് അവരുടെ കൂടെ കുറച്ച് കാലം കൂടിയുള്ളൂ. നീ അവരുടെ കൂടെ ഉണ്ടാകണം. ഞാൻ ശ്രമിക്കുന്നുണ്ട് മാം, ശരിക്കും ശ്രമിക്കുന്നുണ്ട്. ആരെയും വിഷമിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. മോമിനും ഡാഡിനും ജീവിതം ഇതുപോലെ എപ്പോഴും കഠിനമായിരുന്നു. സ്മോൾ വില്ലിലെ ജീവിതം കുറച്ചും കൂടി എളുപ്പമായിരുന്നു.
നിനക്ക് ഓർമ്മയില്ലേ? പെട്ടെന്ന് മാർത്തയ്ക്ക് നെഞ്ചുവേദന വരുന്നുണ്ട്. കുഴപ്പമില്ലല്ലോ അമ്മയ്ക്കെന്ന് ക്ലാർക്ക് ചോദിക്കും. എനിക്കൊന്ന് കിടക്കണമെന്ന് മാർത്ത പറയും. അമ്മ ഒന്ന് റെസ്റ്റ് എടുക്കുക, ഐ ലവ് യു, ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞ് അവർ കോള് കട്ട് ചെയ്യും.